ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ശിവമഹാപുരാണം 83 ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. 84ാമത്തെ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യണു. അന്ധകമുക്തി ആണ് നമ്മൾ പറഞ്ഞത്. അന്ധകൻ ഇപ്രകാരത്തിൽ ഭൗതിക ശരീരം ഉണ്ടായിട്ട് അത് ശിവനാൽ ശൂലത്തിലിങ്ങനെ കോർത്ത് പർവ്വതം പോലെ കൊട പോലെ അങ്ങനെ കുട്ടികൾ തിരിക്കുന്ന കൂട്ടത്തിലിങ്ങനെ തിരിച്ച് അതിനുശേഷം മരിക്കുകയല്ല ഉണ്ടായത്. പിന്നെ ഭക്തനാവുക ഉണ്ടായത് ഒരു പാർശ്വത രൂപത്തിൽ ഗണാധ്യക്ഷനായിട്ട് മാറി എന്നാണ്. അപ്പോൾ അതങ്ങോട്ട് സൂക്ഷ്മമായില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ ഉണ്ടായത് ഒന്നും കൂടി വിസ്തരിക്കുമോ, വേഗം പറഞ്ഞില്ലേ എന്നൊരു സംശയം തോന്നി വ്യാസന്. അപ്പോൾ സനകാദികൾ അതിൻ്റെ ഇടയ്ക്കുണ്ടായിട്ടുള്ളൊരു സംഭവം കൂടി പറയുകയാണ്. വ്യാസൻ ചോദിച്ചു, ശുക്രാചാര്യർ മഹാദേവൻ്റെ പുത്രനായിട്ടുണ്ട് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സംഭവത്തിലല്ലേ ഉണ്ടായത്, അതങ്ങ് പറഞ്ഞില്ല, അതൊന്ന് വിസ്തരിച്ചൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ശുക്രാചാര്യർ എല്ലാ അസുരന്മാരെയും ഇങ്ങനെ ജീവിപ്പിക്കുന്നത് കണ്ടപ്പോൾ മൃതസഞ്ജീവനി വിദ്യ ഉള്ളതായിട്ടുള്ള മഹാദേവൻ തന്നെ കൊടുത്തതാണ്. ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി വിദ്യ കൊടുത്തത് 1000 കൊല്ലം തല കിഴക്കാൻ തൂക്കായിട്ട് തൂങ്ങിക്കിടന്നിട്ട് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മഹാദേവൻ്റെ പ്രീതി നേടിയപ്പോൾ എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ ദൈത്യന്മാരും ദേവന്മാരും തമ്മിൽ അങ്ങേക്ക് എന്താ വ്യത്യാസം, ഇതാ ചോദിച്ചത്. വ്യത്യാസമൊന്നുമില്ല, കശ്യപൻ്റെ മക്കൾ തന്നെയാണ് രണ്ടുപേരും. പ്രകൃതിയുള്ള ചില ദോഷങ്ങളുണ്ടെന്ന് ഒഴിച്ച് ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൃത്യുഞ്ജയ മന്ത്രം കൊടുത്തത്. മറ്റേ മൃത്യുഞ്ജയ മന്ത്രം ഉണ്ട് കേട്ടോ, മൃതസഞ്ജീവനി എന്നുള്ള ആ ഒരു മൃത്യുഞ്ജയത്വം വരുത്താൻ ഉള്ള അനുഗ്രഹം കൊടുത്ത്. അപ്പോൾ ശുക്രാചാര്യർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മരിച്ച അസുരന്മാരെയൊക്കെ ഇങ്ങനെ ജീവിപ്പിക്കുക. അപ്പോൾ ശുണ്ഠി വന്നു, നന്ദിയോട് പറഞ്ഞു മഹാദേവൻ, ശുക്രാചാര്യരെ കൊണ്ടുവരൂ എന്ന്. അപ്പോൾ ഇവിടെ ശുക്രാചാര്യരെ കൊണ്ടുവരാൻ സൈന്യമൊക്കെ ഉണ്ട് കേട്ടോ, ഭൂതഗണങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ മറികടന്ന് നന്ദി ഒറ്റയ്ക്കാൻ പോയി. ഫാസ്റ്റസ്റ്റ് ആണ്. അവിടെ എത്തി മറ്റുള്ളവർ ചില ആയുധങ്ങളൊക്കെ പ്രയോഗിച്ചു. അതൊന്നും ഇവിടെ നടന്നില്ല. നന്ദിക്ക് അതൊക്കെ നിസ്സാരാണേ. നന്ദി ശിവൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാലേ. അപ്പോൾ അവരെയൊക്കെ തോൽപ്പിച്ച് ശുക്രാചാര്യരെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ ശുക്രാചാര്യരെ മഹാദേവൻ അങ്ങോട്ട് വിഴുങ്ങി 100 കൊല്ലം ആ വയറ്റിലാണ് കിടന്നേ. അപ്പോൾ ഇവിടെ യുദ്ധവും മറ്റു കാര്യങ്ങളും പലതും നടന്നു. അത്രയും കാലം, അനവധി കാലം ഉണ്ടത്. ചെറിയൊരു കാല വ്യത്യാസമായിട്ട് നമുക്ക് കാണാം. 3000 കൊല്ലം തപസ് ചെയ്തു അന്ധകൻ എന്ന് പറയുന്നുണ്ട്. 100 കൊല്ലം ഈ മൃത്യുഞ്ജയൻ്റെ ഉള്ളിൽ, വയറ്റിൻ്റെ ഉള്ളിൽ ശുക്രാചാര്യർ കിടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലവ്യത്യാസങ്ങൾ അത് മഹാദേവൻ്റെയും നമ്മുടെയൊക്കെ വ്യത്യാസം കുറച്ചൊക്കെ വരുന്നുണ്ടാവുക. ഏതായാലും ഈ അന്ധകനെ രക്ഷിക്കാനും അന്ധകൻ്റെ ഈ ശൂലത്തിൽ കോർത്തതായിട്ടുള്ള ആ ശരീരത്തിനെ അത് മാറ്റി മറ്റൊരു ശരീരം എന്നുള്ള നിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു പുത്തൻ ശരീരത്തെ കൊടുത്ത രീതിയിൽ തന്നെ, എന്നാൽ മരിച്ചിട്ടുമില്ല എന്നാണ് പറയണം. അങ്ങനെയാണ് ഈ മഹാദേവൻ്റെ പാർഷദനായത്. അപ്പോൾ ഉള്ളിൽ ഈ 100 കൊല്ലം കിടന്നപ്പോൾ ശുക്രാചാര്യ സൂത്രശാലിയാണ്. അദ്ദേഹം മഹാദേവൻ്റെ ലിംഗത്തിലൂടെ പുറത്തേക്ക് വന്നു. അപ്പോൾ പാർവതി അത് ഏറ്റെടുത്തു. അപ്പോൾ പാർവതിയുടെ മകനായിട്ട് ഭൃഗുവിൻ്റെ പുത്രനായിട്ടുള്ള, അല്ലെങ്കിൽ ഭൃഗു വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഈ ശുക്രാചാര്യര് പാർവതിയുടെ പുത്രനായി, മഹാദേവൻ്റെ പുത്രനായില്ലോ. അപ്പോൾ അച്ഛനും അമ്മയായിട്ട് ശിവനും പാർവതി അങ്ങോട്ട് മാറി. ശുക്രാചാര്യർ അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും ശിവപാർവതിമാരെയാണ് കാണുക. ഭൃഗുവംശത്തിലാണ് ഇനി. അപ്പം ഇങ്ങനെ ഒരു അത്ഭുത ലീലയാണ് ഈ
കുറച്ച് ഭാഗങ്ങളിലായിട്ട് പറയണത്. ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്ക് പാരായണം ചെയ്യാം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ. 84-ാമത്തെ ഭാഗമാണ്, നമുക്ക് കേൾക്കാം. ഓം. ചോദിച്ചു വ്യാസൻ സനകനോടിങ്ങനെ, അന്ധക യുദ്ധത്തിൽ ചത്തോരസുരരെ ജീവിപ്പിച്ച് ഗുരു ശുക്രനെ ശ്രീ ശിവൻ, തിന്നതും പാലിൽ പിറന്നതു മോദണേ. ശുക്രൻ മരിക്കാതെ ജീവിച്ചതെങ്ങനെ, ഭാർഗവൻ തേജസ്വി രുദ്രഭക്തൻ ദ്വിജൻ, നേടിയ ജ്ഞാനം പ്രയോഗിച്ചതെങ്ങനെ, സർവം ശിവലീലയല്ലേ പറയണേ. ബ്രഹ്മദേവൻ ചൊല്ലി നാരദനോടിത്, വ്യാസസനക സംവാദം തുടർച്ചയായി ചൊല്ലി സനകൻ മുനെ കേൾക്കു ശങ്കരൻ, ഇച്ഛിച്ച ഭൂതഗണങ്ങൾ ജയിക്കുവാൻ. അന്ധകൻ ശുക്രന്റെ കാൽ പിടിച്ചു തഥാ കേണു ചൊല്ലി മൃത സഞ്ജീവനികളാൽ, ദൈത്യർക്കു ജീവിതം നൽകി രക്ഷിക്കുവാൻ അർഹതയുണ്ടല്ലോ നമ്മൾക്കും മാമുനെ. ഇങ്ങനെ കേട്ടപ്പോൾ ശുക്രനെത്തിയുടൻ ശംഭുവെ ഓർത്തു ജീവിപ്പിച്ച അസുരരെ, നിദ്രയിൽ നിന്നും ഉണർന്നപ്പോൾ ദൈത്യരും വിപ്രർക്കു നൽകിയ ദാനം പോൽ ശ്രേഷ്ഠമായി, ആപത്തിൽ ദാനഫലം ലഭിക്കുന്നപ്പോൾ ജീവിച്ച ദൈത്യർ വധിച്ചു അമർത്യരെ. സങ്കടമോദി പ്രമഥഗണങ്ങളും ആയതു കേട്ടു ശിവനോദി ഇങ്ങനെ, നന്ദിനി ശുക്രനെ എത്തിക്കണമിഹ. രുദ്രാജ്ഞയാൽ നന്ദി പിന്തള്ളി സേനയെ, ശുക്രനെ കണ്ടു പറന്നെത്തി ദൈത്യരും. ദിവ്യായുധം വാൾമരം പാശവും കൊണ്ടൊക്കെ നേരിട്ടു ദൈത്യർ ശ്രീ നന്ദിയെ. അപ്പോൾ അതിനെ മറികടന്നു വൃഷം എന്ന് പറഞ്ഞാൽ വൃഷഭം, കാള, നന്ദി എന്നർത്ഥം. ശുക്രനെ പൊക്കി ശരഭം ഗജത്തിനെ പൊക്കിയ പോൽ കാഴ്ച വെച്ചു വിഭൂവിനായി. അന്ധകൻ പിന്നാലെ വന്നെങ്കിലും ഉടൻ കാള അസൂരനെ നേരിട്ടു ശക്തമായി. വജ്രം വാൾ കുന്തം മഴു ശൂലമൊക്കെയും നന്ദി മുഖാഗ്നിയാൽ കത്തിച്ചു സർവവും. അപ്പോഴേക്കും പഴം തിന്നുന്നപ്പോൾ ശിവൻ ശുക്രനെ തിന്നു അസൂരർ ഭയന്നുപോയി. വ്യാസമുനെ അപ്പോൾ തോറ്റുപോയി രാക്ഷസർ, തുമ്പിയില്ലാത്ത ഗജസമരായി ഖലർ. ഈ ശുക്രാചാര്യരെ വായകൊണ്ട് പുളക്കി അത്രയേ ഉള്ളൂ മഹാദേവനെ. ഒരകത്തേക്ക് ഒരു വലിക്കൽ, ശ്വാസമൊക്കെ നമ്മൾ അകത്തേക്ക് ഈ കുറച്ച് കിതപ്പൊക്കെ വരുമ്പോൾ എന്നൊക്കെ കൊണ്ട് വലിക്കില്ലേ, എന്നുള്ളൊരു വലി, അത്രയേ ഉള്ളൂ. ശുക്രാചാര്യ അകത്ത് പോയി. അപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ബലം നഷ്ടപ്പെട്ടതുള്ള കുറച്ച് ഭാവങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? വ്യാസമുനെ അപ്പോൾ തോറ്റുപോയി രാക്ഷസർ, തുമ്പിയില്ലാത്ത ഗജസമരായി ഖലർ. അജ്ഞാനി വിപ്രർ പോൽ, കൊമ്പില്ല കാള പോൽ, പൊട്ടിയ അമ്പ് വിധവയാം നാരി പോൽ. ഭാഗ്യം കെട്ടായുഷ്മാൻ നിർഫലമാം പണി, വേദകർമ്മം ചെയ്യും നിർഭക്തനു സമം. സത്യം വെടിഞ്ഞുള്ള ക്ഷത്രിയർ വിപ്രരും, അന്ധരല്ലോ വഴി എങ്ങനെ താണ്ടിടും. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. തുമ്പിയില്ലാത്ത ഒരു ആനയെ ചിന്തിച്ച് നോക്കൂ. പിന്നെ ആനയ്ക്ക് എന്താ കൂട്ടിയാൽ പറ്റുക? ഒന്നും പറ്റില്ല. അതേപോലെ വിപ്രൻ, ബ്രാഹ്മണൻ, സ്വതേ ജ്ഞാനി എന്നാണ് സങ്കല്പം. ബ്രാഹ്മണൻ പൂർണ്ണമായിട്ടിട്ട് കാര്യമില്ല, കുറച്ച് ജ്ഞാനം വേണം. അപ്പോൾ ആ ജ്ഞാനം ഇല്ലാത്ത ഒരു ബ്രാഹ്മണനാണെച്ചാൽ ആ ബ്രാഹ്മണനെ കൊണ്ടൊരു ഗുണമില്ല. കാളയ്ക്ക് കൊമ്പില്ലേക്കാ, ആ കാളയുടെ ശൗര്യം മുഴുവനും പോയി. അതേപോലെ അമ്പ്, അതിൻ്റെ മോനെ ഒടിഞ്ഞു വയ്ക്കുക, പിന്നെ ആ അമ്പുകൊണ്ട് എന്താ ഫലം? അതിങ്ങനെ മിനുസാച്ചാൽ. അതേപോലെ ഭർത്താവില്ലാത്ത സ്ത്രീ, അവർക്കൊരു ബലമില്ല, ഒരു ഫലമില്ല. ആയുസ് ഇല്ലാത്ത ഭാഗ്യം ധാരാളമുണ്ട്, പക്ഷേ ആയുസ്സില്ലാച്ചാലോ? ഭാഗ്യം എങ്ങനെയാ? മരണം 8-ാം നാളും ഭാഗ്യം 10-ാം നാളുമാണ്. ആദ്യം മരിച്ചു പോകും, പിന്നെ ഭാഗ്യമുള്ളൂ. എന്താ കാര്യം? അപ്പോൾ ഭാഗ്യം ഇല്ല എന്നാണ് പറയേണ്ടത്, നിർഭാഗ്യവാൻ, അതാണ്. അതുപോലെ ചെയ്യണ പണികളൊക്കെ വൃഥാവിലാവുക. വേദകർമ്മം ചെയ്യുന്നുണ്ട്, കർമ്മഠത്വമാണ്, ജ്ഞാനമില്ല, സമർപ്പണമില്ല, ഭക്തിയില്ല. ആ കർമ്മം കൊണ്ട് എന്താ ഒരു ഫലമുള്ളത്? ചോറും കൂട്ടാനും പേരൊക്കെ വെച്ചു, കഴിക്കാൻ ആരും വന്നില്ല വെച്ചാൽ അത് വെറുതെ പോയില്ലേ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടല്ല കുഴപ്പം, ആൾക്കാർ വന്ന് കഴിച്ചാലേ അതിന് ഫലമുള്ളൂ. ഉണ്ടാക്കൽ കേമായിട്ട് കാര്യമില്ല. ആൾക്കാരൊക്കെ വന്നു ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല വെച്ചാലോ? ആ ക്ഷണിക്കുക, അങ്ങനെയല്ലേ?
ക്ഷണനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ക്ഷണം, ക്ഷണിക്കൽ, ആ ക്ഷണം വൃഥാവിലായി. അതേപോലെ ഈ സത്യധർമാദികൾ ഉപേക്ഷിച്ചിട്ടുള്ള ക്ഷത്രിയരായാലും മനുഷ്യന്മാരൊക്കെ ബ്രാഹ്മണരായാലും ഒക്കെ അവരുടെ ജീവിതം, മനുഷ്യജീവിതം നഷ്ടമായി എന്നർത്ഥം. ജന്മം നഷ്ടം, അമ്മയ്ക്ക് പേറ്റുന്നവ്, അതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈശ്വരനെ പ്രാപിക്കാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് അവരൊക്കെ അന്ധരാണ്. അന്ധകനെ പോലെ ഭഗവാന്റെ അടുത്തെത്തി മഹാദേവനോട്, എന്നിട്ട് യുദ്ധം ചെയ്യാണ്ടായത്. അതിനും വേണം കുറച്ച് ഭാഗ്യം കേട്ടോ, എന്നാലും ശരി. പക്ഷേ മഹാദേവൻ ഇവിടെ അനുഗ്രഹിക്കാൻ, തൻ്റെ പുത്രൻ എന്നുള്ളത് എനിക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് യുദ്ധം ചെയ്യണതേ. എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ ഭാര്യയെ കിട്ടാനാ. ഏത് ഭാര്യയെ? മഹാദേവൻ്റെ ഭാര്യ പാർവതിയെ കിട്ടാൻ വേണ്ടിയിട്ടാ. അത് അതിലേക്കേറെ അബദ്ധം. എന്നിട്ടും സ്നേഹം കൊണ്ട് എന്താ ചെയ്തത്? ശിക്ഷ കൊടുക്കണ പോലെയാണ് ശരീരത്തിന് വേദനിപ്പിച്ചുള്ളൂ എന്നർത്ഥം. എന്നിട്ടോ ശുക്രാചാര്യരെ പുത്രനാക്കിയിട്ട് ഭഗവാൻ മഹാദേവന് വേണ്ടിയിട്ട് ഈ അന്ധകനെ പുത്തൻ ശരീരത്തെ കൊടുപ്പിച്ചു. അപ്പോൾ ആലോചിച്ചു, പുത്രസ്നേഹേ, ഭക്തവത്സരനാണ് മഹാദേവനെ. എന്തൊക്കെ കുരുത്തക്കേട് കാട്ടിയാലും ശരി, നമ്മൾ ഭഗവാന്റെ മകനാണ് എന്ന് സ്വയം വിചാരിച്ചാൽ മതി. മഹാദേവന്റെ പുത്രനാണ് ഞാൻ, പാർവതിയുടെ പുത്രനാണ് ഞാൻ എന്നുള്ളത് ഒരു ശപഥം ചെയ്യാം. അച്ഛനും അമ്മയ്ക്കും വിപരീതം ഞാൻ ചെയ്യില്ല എന്ന് ഓർപ്പിച്ചാൽ മതി. ജഗത പിതരവും വന്ദേ പാർവതി പരമേശ്വരവും. അപ്പോൾ നമ്മൾ ജഗത്തിലെല്ലാവരും ഇതേപോലെ മഹാദേവനെയും പാർവതിയും നമസ്കരിക്കണു, അച്ഛൻ അമ്മ എന്ന് കണ്ടുകൊണ്ട്. നമുക്കും അതേപോലെ ചെയ്തുകൂടെ? മഹാദേവൻ ഭക്തവത്സലനാണ്, നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സത്യം വെടിഞ്ഞുള്ള ക്ഷത്രിയർ വിപ്രരും അന്ധരല്ലോ വഴി എങ്ങനെ താണ്ടിടും എന്നറിഞ്ഞു ചൊല്ലി അന്ധകൻ വീരരെ, ഓടണ്ട നിങ്ങൾ അപമാനമായിടും. സ്വർഗം ലഭിക്കുന്നു യുദ്ധത്തിൽ ചാവുകിൽ, പുണ്യനദീ തീർത്ഥസ്ഥാന സ്നാന സമം. വേണ്ട തപസ്സും വ്രതോപവാസാദിയും, വീരസ്വർഗം നേടാൻ യുദ്ധം ചെയ്യാൻ വരൂ. അന്ധകൻ സൂത്രക്കാരനാണ്. അതെ, ഈ വ്രതം, ഉപവാസം, പൂജ എന്നൊക്കെ പറഞ്ഞിട്ട്, ദാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതൊക്കെ സ്വർഗം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇവിടെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രൻ തൊട്ടുള്ള ദേവകളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. ഇനി അഥവാ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അവർ നമ്മളെ വധിച്ചു എന്ന് കൂട്ടുക, വീരസ്വർഗം കിട്ടും. അപ്പോഴും സ്വർഗമാണ് കിട്ടുക. നമുക്ക് ചത്താലും നഷ്ടമില്ല, യുദ്ധം ചെയ്ത് ജയിച്ചാലും നഷ്ടമില്ല, രണ്ടായാലും സ്വർഗമാണ്. നിങ്ങൾ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? വരൂ. അപ്പോൾ ഉത്സാഹത്തോട് കൂടിയിട്ട് ഈ അസുരന്മാരൊക്കെ അന്ധകൻ്റെ കൂടെ കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ നിന്നു. ദൈത്യർ ഇതു കേട്ടു ചെയ്തു യുദ്ധം മുത, വീരോടെ സർവവിധ ശക്തി പൂണ്ടുടൻ, ആയുധം സർവം പ്രയോഗിച്ചു കൊന്നുടൻ, ദേവകളെ തീർത്തും തോൽപ്പിച്ചു വീരരായി. സ്കന്ദൻ, വിനായകൻ, നന്ദി, മഹാബലി, ഭൂതഗണങ്ങളും പോരാടി ധന്യരായി. അന്ധകൻ അന്ധനായി ശബ്ദബഹളമായി, അന്ധകൻ ചാവുമെന്നോർത്തു ദുഃഖിച്ചവർ. രുദ്രന്റെ കുക്ഷിയിൽ നിന്നും പുറം വരാൻ ശുക്രൻ തിരഞ്ഞു പല മാർഗം വായുപോൽ. കണ്ടു 14 ലോകങ്ങളും, അതിൽ വൈകുണ്ഠം തൊട്ടുള്ള ലോകങ്ങളും മുനി. അപ്പോൾ ശുക്രാചാര്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവനോട് യുദ്ധം ചെയ്യാണ് ഈ അന്ധകനെ. ആ സമയത്ത് ശുക്രൻ ഉള്ളിലിരുന്നിട്ട് തനിക്ക് പുറത്തേക്ക് വരാൻ എന്താ മാർഗം എന്നിങ്ങനെ നോക്കി. 100 കൊല്ലമായിട്ടോ അപ്പോഴേക്ക്. ഇങ്ങനെ 100 ആണ്ടു തീർന്നപ്പോൾ ഭക്തനായി രുദ്രമന്ത്രം ചൊല്ലി ശുക്രൻ സദാമുദ. ശംഭുവിൻ ലിംഗത്തിലൂടെ ശുക്രൻ തഥാ എത്തി പുറത്തപ്പോൾ പുത്രനാക്കി ശിവ. ഇപ്പോൾ ശ്രീരുദ്രൻ ജപിച്ചുകൊണ്ട്, രുദ്രസൂക്തം ജപിച്ചുകൊണ്ട്, മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട്, രുദ്രൻ്റെ മന്ത്രങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ, എത്രയാ ചോദിച്ചാൽ നിശ്ചയില്ല, ചിലത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ നമശിവായ ജപിച്ചാൽ മതി. ഏതായാലും അങ്ങനെ ജപിച്ചുകൊണ്ട് ലിംഗത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ പാർവതി അത് തൻ്റെ പുത്രൻ എന്ന നിലയ്ക്ക് സ്വീകരിച്ചു. അതേപോലെ ശിവൻ പുത്രനായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. തന്നുടെ വീര്യത്തിലുണ്ടായ ശുക്രനെ രുദ്രൻ വിളിച്ചു ഭൃഗുനന്ദനായിതി. ശുക്രൻ എന്നെന്നും അറിഞ്ഞിടും ഭാവിയിൽ എന്നു കേട്ടു ശുക്രൻ വാഴ്ത്തി മഹേശനെ. ഭൃഗുനന്ദന എന്നാണ് വിളിച്ചത്. അപ്പോൾ ജന്മം കൊണ്ടുള്ള ഒരു സ്ഥാനമുണ്ട്, അത് നഷ്ടപ്പെട്ടാൽ നമുക്കും കുറച്ച് പ്രശ്നമാണ്. നമ്മുടെ പാരമ്പര്യം അത്
നല്ലതായാലും ചീത്തയായാലും നമ്മുടെ പാരമ്പര്യം നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ഞാൻ എന്നുള്ളൊരു ബോധം, ഒരു അഭിമാനമാണത്. അത് നഷ്ടമായാൽ കുറച്ചൊരു പ്രശ്നമാവും. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കണ്ട് തന്നെ ശിവപുത്രനായിട്ട് അംഗീകരിച്ചു. ഭൃഗുപുത്ര എന്നും ശുക്ര എന്നും വിളിച്ചു. ആ ശുക്രൻ വെളുത്ത നിറം എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ശുക്ലൻ അങ്ങനെയുണ്ട്. ശിവന്റെ ബീജം ശുക്ലത്തിലൂടെയാണല്ലോ പുറത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് അങ്ങനെ വിളിച്ചത്. അതിനെ ളകാരം മാറ്റി റകാരമാക്കി ശുക്രൻ എന്നാക്കി, അത്രയേ ഉള്ളൂ. ശക്രൻ എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ന അർത്ഥം. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അസുരന്മാരുടെ ഗുരു എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ആ ഒരു രീതിയിലായി, ആ സ്ഥാനം കൂടി ഏറ്റെടുത്തപ്പോളേ. അപ്പോൾ ഈ എത്ര കാലമാണോ പ്രപഞ്ചം നിലനിൽക്കുന്നത് അത്രയും കാലം ശുക്രൻ എന്നുള്ളത് എല്ലാവരാലും അറിയപ്പെടും, യശസ്സുണ്ടാവും. ശുക്രാചാര്യരും വസിഷ്ഠനും കൂടുമ്പോൾ ആരാരാ മീതെ എന്ന് ചോദിക്കരുത്. രണ്ടുപേരും തുല്യരാന്ന് പറയാ, ഇത്രയേ ഉള്ളൂ. വിദ്യ കൊണ്ടും മറ്റ് കഴിവുകളെ കൊണ്ടും ശുക്രാചാര്യരാണ് മീതെ എന്നാണ് പറയാറ്. പക്ഷേ ഗുരുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. കാരണം ഈ ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്ന അസുരന്മാരെ പോലും വിഷ്ണുവിനെയും ശിവനെയും ദേവിയെയും വെല്ലുവിളിക്കാൻ തോക്കണുള്ള ശക്തി കൊടുക്കണമെങ്കിൽ അത് ശുക്രാചാര്യക്കേ പറ്റൂ. അത് ബൃഹസ്പതി കൂട്ടിയാൽ പറ്റില്ല. നമ്മളങ്ങനെ പറയാനൊന്നും പാടില്ല കേട്ടോ. എന്നാലും അങ്ങനെയാണ്. ബൃഹസ്പതി ചെറിയ തെറ്റ് കണ്ട അപ്പം ശിക്ഷിക്കും. അപ്പോൾ പിന്നെ പറ്റില്ല എന്നല്ലേ. ദേവേന്ദ്രൻ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ശുക്രാചാര്യർ ദേവേന്ദ്രനെ ആ രീതിയിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ശാപോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നേരേക്കും. അങ്ങനെയാണ്. ദേവന് ഹിതമായിട്ട് മാത്രമേ ചെയ്യാവൂ. അഹിതം ചെയ്താൽ അപ്പം ശിക്ഷിക്കും. ശുക്രാചാര്യർക്ക് അങ്ങനെയൊന്നുമില്ല. ശുക്രാചാര്യർ മറ്റേ മഹാദേവൻ്റെ അടുത്തേക്കും പോയിക്കോളും, ആയുധം എടുത്തിട്ട് കൊടുക്കും. അതാണ്. അപ്പോൾ ആർക്കാ മീതെ അറിവും യോഗ്യതയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ശുക്രാചാര്യക്കാണ്. അത് മഹാദേവൻ അനുവദിച്ചു കൊടുത്തതാ, വെറുതെ കിട്ടിയതല്ല, വെറുതെ കിട്ടൂല. അപ്പോൾ ശുക്രാചാര്യൻ എന്നുള്ളത് എല്ലാവരാലും എന്നും അറിയപ്പെടും, പ്രപഞ്ചം നിലനിൽക്കണവരെ. മഹാദേവൻ്റെ അനുഗ്രഹം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സ്തുതിക്കുകയാണ്. 2 സ്തുതി ഉണ്ട് ഈ അധ്യായത്തിൽ. ഒന്ന് ശുക്രാചാര്യൻ മഹാദേവനെ സ്തുതിക്കുന്നത്, അത് കഴിഞ്ഞ് അന്ധകനെ ജീവിപ്പിക്കാൻ പറയും. അപ്പോൾ അന്ധകൻ ഭക്തനായതിൻ്റെ ശേഷം മുക്തനായല്ലോ, അപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങനെ 2 സ്തുതി വളരെ ഗംഭീര. ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ശ്രീ മഹാദേവായ നമ. ശ്രീ ശിവപാർവതിമാരേ ശരണം. ശുക്രനെന്നെന്നും അറിഞ്ഞിടും ഭാവിയിൽ എന്നു കേട്ടു ശുക്രൻ വാഴ്ത്തി മഹേശനെ. ശംഭോ തവ പാദം നേത്രം ഭുജം ശിരസ് മൂർത്തിഭേദം നാമം കാണാം സഹസ്രമായി. പഞ്ചഭൂതം മനോബുദ്ധി അഹം ഇവ അഷ്ടമൂർത്തി ഭവാൻ കാമത് ഭാവമായി. ദേവാസുരമർത്യ കാമം നടത്തിടും മൂന്നാം തൃക്കണ്ണിന സംഹാരവും തഥാ. അങ്ങേ സ്തുതിക്കാൻ അറിയില്ല ഈശ്വര എന്നോതി ശുക്രൻ നമസ്കരിച്ചു മുതാ. പിന്നെ ശിവാജ്ഞയാൽ ദൈത്യർക്കുനാഥനായി മേഘത്തിനുള്ളിൽ ഒളിച്ച സോമൻ സമം. വ്യാസർഷേ കേൾക്കൂ ശിവാഷ്ടോത്തരം ഋഷി രുദ്രന്റെ കുക്ഷിയിൽ ചൊല്ലിയ കീർത്തനം. അപ്പോൾ ശിവാഷ്ടോത്തര മന്ത്രം കൊണ്ടാണ് കൂടുതൽ മഹാദേവന്റെ വയറ്റിലിരുന്നു കൊണ്ട് ജപിച്ചത്. അപ്പോൾ അതിനൊന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ സനകാദികൾ വ്യാസനോട് പറയണത്. കാലസ്വരൂപനാം കാരണൻ കാലനും ആനത്തോലും പുലിത്തോലും ധരിക്കുന്ന ലോകപാല സർവഭൂഷണ ശങ്കര ദേവദേവാഭൂതനാഥ നമോസ്തുതേ. നീലകണ്ഠ ഗണാധ്യക്ഷ മഹോദര ആജാനുബാഹോ ത്രിശൂലധാരി പ്രഭോ. സൃഷ്ടിസ്ഥിതി ലയം ചെയ്യും മഹേശ്വര മൃത്യുഞ്ജയ വേദമൂർത്തേ ജടാധര. വേദാന്തവേദ്യ തപോമൂർത്തി കാമദ ധ്യാനശീല ഹര ഗൗരീപദേ ശിവ. പാപഹാരി ദണ്ഡധാരി വൃഷധ്വജ ഭൂതേശ്വര ഗുഹാവാസ പശുപദേ. ഗൗരീപദേ ശത്രുനാശന ഭിക്ഷുക വീരഭദ്രൻ ഭഗനേത്രഹാരി ഭവൻ. പൂഷാവിൻ ദന്തം ഭൃഗുവിൻ്റെ താടിയും ദക്ഷ ശിരസ്സും കളഞ്ഞ ശിവഭട. വീരഭദ്ര എന്നാണ്. സർവാന്തര്യാമി ജഗൽകർത്ത സാക്ഷിയും മേധാവി വാജസനൻ ത്രിനേത്രൻ ധ്രുവൻ. ഢക്ക ഡമരു മൃദംഗവാദ്യപ്രിയൻ വാമദേവ യജ്ഞരൂപാ ഫലപ്രദാം. ബന്ധനമോചക ധർമ്മരൂപാ മഹാൻ മന്യു സഹസ്രാക്ഷൻ ഭീമൻ ഹരിപ്രിയൻ.
ബ്രഹ്മപുത്രൻ നീലകണ്ഠൻ ജഗൽപിത ഓങ്കാരരൂപ നമസ്കാരം ഭൈരവ. ഇങ്ങനെ ഈ 108 നാമം ഒക്കെയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അതിൽ കുറച്ച് 10-30 നാമം എഴുതിയെന്നല്ലാണ്ടേ മുഴുവൻ എഴുതിയിട്ടില്ല. അതവിടെ കൊടുത്തിട്ടുണ്ട്, അത്രയും നാമങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാമങ്ങൾ ചൊല്ലി സ്തുതിക്കവേ 100 കൊല്ലം തീർന്നു പ്രീതനായി ശ്രീ ശിവൻ. ലിംഗം വഴി ഭാഗ്യം കൊണ്ടു ഭൂജാതനായി പാർവതീപുത്രനായി ഭാർഗവനന്ദനൻ. ഇപ്പോൾ ശിവന് പുത്രനായി, പാർവതിക്ക് പുത്രനായി, ഭൃഗുവിൻ്റെ പൗത്രനായി, അങ്ങനെയൊക്കെയാണ്. നിത്യവും യൗവനം മൃത്യു വരാതെയും മൃത്യുഞ്ജയൻ നൽകി ശുക്രൻ ഈ നാമവും. പിന്നീടും ശുക്രൻ ഭജിച്ചു മഹേശനെ 3000 വർഷം തേജസ്വി മാമുനി. അപ്പം അതിനുശേഷം ഇപ്പോൾ തപസ് പൂർത്തിയായിട്ടില്ല, എന്നുവെച്ചാൽ തപസ് മതിയായിട്ടില്ല എന്ന്. ഇവിടെ പൂർത്തി വന്നു. 1000 കൊല്ലം അങ്ങനെ തപസ് ചെയ്തു മൃത്യുഞ്ജയ മന്ത്രം കിട്ടാൻ വേണ്ടിയിട്ട്. 100 കൊല്ലം ശിവൻ്റെ ഉള്ളിലാണ്. ആ 100 കൊല്ലത്തിന് ഈ 3000 കൊല്ലമല്ല പഴക്കം. അതിന് കാലദൈർഘ്യം വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവൾ ആ തപസ് കഴിഞ്ഞു. പുറത്ത് കിടന്ന് 3000 കൊല്ലം ആദ്യം തപസ് ചെയ്യുക. അങ്ങനെ തപസ് ചെയ്യുകൊണ്ടാണ് ശുക്രാചാര്യർ ഈ അസുരന്മാരെ പോലും ഇത്ര വീര്യവത്താക്കിയത്. അന്ധകനെ കണ്ടു എല്ലും തൊലിയുമായി ശൂലത്തിൽ കോർത്ത നിലയിൽ തപസ്വിയായി ചാവാതെ പുണ്യത്തെ നേടിയ ദൈത്യനെ ഒട്ടും ഭയക്കാത്ത വീരനെ കാക്കുവാൻ ശുക്രനും രുദ്രനോടോതി ശിവസുതൻ രക്ഷിതനാകുവാൻ എന്നു കേട്ടു ശിവൻ. ദിവ്യം അമൃതു വർഷിച്ചു സദ്ഭക്തനും ശ്രേഷ്ഠൻ ബലിഷ്ഠൻ സുപുണ്യവാനായി മുനേ. ഇപ്പോൾ മഹാദേവനും പറഞ്ഞു എന്നാണ് അന്തകനെ ജീവിപ്പിച്ചോളൂ എന്ന്. രുദ്രനോദി നിന്റെ കൃച്ഛ്ര തപസ്സിനാൽ സന്തുഷ്ടനായി ഞാൻ ചോദിക്കുക വരം. 3000 കൊല്ലം എന്നെ തപം ചെയ്ത് നേടി നീ ശാശ്വത സൗഖ്യം മമ സുതാം. സ്വതേ ശുക്രാചാര്യർക്ക് മനസ്താപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവയാനിക്ക് ദേവയാനിയുടെ ഭർത്താവ് ഒന്ന് മാറിയെന്നോ അങ്ങോട്ടൊക്കെ എന്തൊക്കെ അങ്ങനെയൊക്കെ ചില ചില്ലറ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ വളരെയധികം സുഖമായിട്ടാണ് എപ്പോഴും എന്നാണ്. അതാണ് മുട്ടുകുത്തി രുദ്രനോടോതി അന്ധകൻ തെറ്റു ചെയ്തു യുദ്ധം അങ്ങയോടൊത്തു ഞാൻ. അങ്ങയെ നിന്ദിച്ചു ദുർബുദ്ധി കാട്ടി ഞാൻ എൻ്റെ തെറ്റൊക്കെ പൊറുത്തിടേണം ഭവാൻ. മഹാദേവനെ അന്ധകൻ സ്തുതിക്കുകയാണ്. ശുക്രാചാര്യരുടെ ഈ ശരീരം നന്നാക്കിയിട്ട് കൊടുത്ത ആ സമയത്ത്. നീചനാം ഞാൻ അമ്മ പാർവതീ ദേവിയെ പ്രേമിച്ചു പോയി ശിക്ഷ നൽകിയാലും പ്രഭോ എന്നെ രക്ഷിക്കണം ഗൗരി ശിവൻ സദാ. കോപമടക്കണം നേർവഴി കാട്ടണം ദേവി കോപിക്കുകിൽ ചത്തിടും ഞാൻ തഥാ. തീരാ നരകം ലഭിക്കും പിശാചുമാം ശംഭോജനെ മൃതിയുള്ള ഞാൻ എങ്ങനെ ദേവദേവ ശക്തിയോട് പോരാടിടും. ഇപ്പോൾ മഹാദേവ ഞാൻ അപ്പം അങ്ങയോട് യുദ്ധം ചെയ്തതോ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിലൊരു പ്രേരണ അങ്ങയാലും ഇല്ലേ എന്നാണ്. അതാണ് ആസുരഭാവം. അതായത് ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ തന്നെ ന്യായീകരിക്കുക. കാളിയ സ്തുതി പോലെ കാളിയൻ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനെ സ്തുതിച്ചത് ഇങ്ങനെയാണ്. അങ്ങനെഎനിക്കിത് ഈ തമോ ഗുണം തന്നു, ഞാൻ ആ തമോ ഗുണം കൊണ്ട് അങ്ങയെ പൂജിച്ചു എന്ന്. എന്താ പല്ലുകൊണ്ട് ഈ കടിച്ചു, എല്ലാ ദിക്കിലും കടിച്ചു, പല്ലൊക്കെ പോയി, എന്നാലും എന്നെ കൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യിച്ചതും ശംഭുവിൻ ലീലയാൽ കാണുന്നു ഞാൻ വിഭോ. മഞ്ഞുപോൽ രൂപത്തെ കാട്ടും ശശിധരൻ മുല്ലപ്പൂവാകും ശിവയ്ക്കും നമിപ്പു ഞാൻ. സീത്രൂ ഭാവമാണ് മഹാദേവന്, മഞ്ഞിൻ്റെ പോലെയാണ്, സ്ഫടികം ആണ്. അങ്ങനെയുള്ള ഒരു ഏറ്റവും ശുഭ്രം എന്നുള്ളൊരു അവസ്ഥ എന്നുവെച്ചാൽ അത്ര ശുദ്ധിയാണ് മഹാദേവൻ്റെ എല്ലാ ഭാവങ്ങളും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശുദ്ധാവാതകൻ്റെ പുറത്തേക്ക് വരില്ല. അതുകൊണ്ടാണ് സംഹാരകാരകനായിട്ട് മാറിയത്. നമ്മൾ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിയും മടാലൊക്കെ എടുത്തിട്ട് ഒരാളെ കൊല്ലണ പോലെയല്ല. യമധർമ്മൻ അവിടെ കൊണ്ടുപോയിട്ട് ഈ കുംഭിഭാഗത്തിലിട്ട് വറക്കണ പോലെയല്ല. ഇവിടുന്ന് എന്തൊക്കെ കണ്ണി കണ്ടതൊക്കെ കൂടിയിട്ട് ഈ മറ്റേ സമുദ്രത്തിലാണ് കൊണ്ട് കലക്കിയാലും നദി കൊണ്ടുവരുന്ന എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ശവം ഉണ്ടാവും, മറ്റേ നല്ല നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാവും. മരത്തിൻ്റെ മുകളിൽ നല്ല പഴം ഇങ്ങനെ വീണ് അതവിടെ കൊണ്ടിരിക്കും. ഇതൊന്നും അവിടെ കടലിന് ഇതൊന്നും വിഷയമല്ല.
അവിടെ എല്ലാം ഒരേ ഭാവത്തിലാക്കി തീർക്കും എന്ന കൂട്ടത്തിലാണ് ഈ ജീവജാലങ്ങൾ മുഴുവൻ മഹാദേവനിൽ അങ്ങോട്ട് ചെന്ന് ചേരുമ്പോൾ അവിടെ ആ സീ ത്രൂ ഭാവ അപ്പുറം കാണാം. അത്ര നിർമ്മലാണ്. ഒരു ഐസും കട്ട ഏറ്റവും നല്ല ഐസും കട്ടയാണ് വെച്ചാന്നർത്ഥം. അങ്ങോട്ട് കാണാൻ തരാവും, അപ്പുറത്ത് എന്താന്നുള്ളത് ചില്ല് പോലെ. എന്നാൽ തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അതിലേക്കാണ് ചെന്ന് ലയിച്ചു കഴിഞ്ഞാൽ അതായിട്ടാണ് മാറും. ഈ കളർ അവിടെ കാണില്ല. ഈ ഇപ്പോൾ പാറയാണെന്ന് കൂട്ടുക, ആ പാറ അവിടെ കാണില്ല. ആ പാറയ്ക്ക് പകരം അത് ലയിച്ച് അതായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് മഹാദേവൻ. അതേപോലെ തന്നെ അതിസുന്ദരിയാണ് പാർവതി മുല്ലപ്പൂവ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പം അത്രയും ഈശ്വരഭാവം അവരുടെ അങ്ങനെയാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കി അന്ധകനും എന്നർത്ഥം. അത് ഈ ഭഗവാന്റെയും ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെയും ബ്രാഹ്മണനാണല്ലോ, അതിൻ്റേതായിട്ടുള്ള ആ അനുഗ്രഹത്തെ കിട്ടിയപ്പോഴാണ് മനസ്സ് മാറി ഇത്ര യോഗ്യനായത്. പിന്നെ ശിവന്റെ പുത്രനാണ്. ഭക്തി തരേണമേ സേവ ചെയ്യിക്കണേ, ദേവവൈരം കളഞ്ഞേകണേ, ശുദ്ധിയും ശാന്തനാക്കി ശിവഭൂതത്തിൽ കൂട്ടണം, ആസുര രാക്ഷസഭാവം കളയണേ. ഇപ്പം ശിവഭൂതഗണത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അങ്ങനെ കൊണ്ട ചേർത്തതും അതേപോലെ അതിൻ്റെ ഗണ അധ്യക്ഷനാക്കിയിട്ട് മാറ്റിയത്. നല്ല ജ്ഞാനിയാണ് ഈ അന്ധകനെ. ആദ്യം ജന്മനാ തന്നെ വെച്ചാൽ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ജ്ഞാനുണ്ട്. അതാണ് ദീനനായിങ്ങനെ വാഴ്ത്തിയപ്പോൾ ശിവൻ ജന്മരഹസ്യം ഹൃദി കാട്ടി ദൈത്യനിൽ. ഗൗരി ശിവൻ അച്ഛനമ്മമാരിങ്ങനെ കണ്ടപ്പോൾ തുഷ്ടനായി വീണു തൃക്കാൽകളിൽ. അപ്പോൾ അന്ധകൻ ആരുടെ പുത്രനാണ് എന്നുള്ളത് അന്ധകൻ്റെ ഉള്ളിൽ ശിവനും പാർവതിയും അങ്ങോട്ട് തോന്നിക്കുകയാണ്. ശിവൻ സന്താനമുണ്ടാകണം എന്ന് വിചാരിച്ച് പാർവതിയോട് കൂടിയിട്ട് സംഗമിക്കുന്ന സമയത്ത് പാർവതി ദേവി ശിവന്റെ കണ്ണുപൊത്തി. അപ്പോൾ ഉണ്ടായ ഉണ്ണിയാണ് ഈ അന്ധകൻ. കണ്ണ് കാണാണ്ട് ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ തന്നെ. ജ്ഞാനമില്ലാഞ്ഞാൽ എന്താ ഉണ്ടാവുക? തോന്നിയതൊക്കെ കാണിക്കും. എന്ന കൂട്ടത്തിൽ കുറച്ച് തോന്നിയത് കാണിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ എന്ന് സമാധാനിപ്പിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ പാർവതിയുടെയും ശിവന്റെയും മകനാണ് അന്ധകൻ. അപ്പം അതുകൊണ്ട് ആ ഭാവത്തെ വീണ്ടും കൊടുത്തു. അതുകൊണ്ട് ശിവ തുല്യനാക്കി തീർത്തു, വീരഭദ്രനെ പോലെ തന്നെ. അന്ധകപുത്രനെ ചുംബിച്ചു രുദ്രനും ഗൗരിയും നൽകി വരങ്ങൾ തഥാകുറെ. മൃത്യുഞ്ജയ മന്ത്രം വർണ്ണിച്ചു സർവഥാ ലോകഹിതാർത്ഥം ജപിക്കണം ഭൂസുരർ. ഈ മൃത്യുഞ്ജയ മന്ത്രം ഈ അന്ധകനാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക, വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നതും അന്ധകൻ ചെയ്തു. ബ്രാഹ്മണരോട് പറഞ്ഞു, നിങ്ങളെന്നും ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം കേട്ടോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ ശിവപുത്രൻ്റെ ഈ കഥ വീണ്ടും ഒന്നുകൂടിയും പറഞ്ഞ് കേൾപ്പിച്ചു ആ വ്യാസൻ സനകാദി മഹർഷിമാരിൽ നിന്ന്. ആ കഥയാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് പാരായണം ചെയ്തത്. ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് നാളെ പറയാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ.